ഡിഫൈടെക്കിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഒരു പ്രത്യേകത ഉണ്ട്. കാരണം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ സാനിറ്റൈസർ ഉണ്ടാക്കണം. അതായത് സാനിറ്റൈസർ ഉണ്ടാക്കുന്ന അങ്ങനെ സാനിറ്റൈസർ അല്ല, നമ്മൾ ഹാൻഡ് ഫ്രീ ഹാൻഡ് സാനിറ്റൈസർ. അതായത് നമ്മളിപ്പോൾ ഹാൻഡ് സാനിറ്റൈസർ എവിടെയെങ്കിലും വെച്ചേക്കാണെങ്കിൽ ബോട്ടിലിൽ നിന്ന് കയ്യിൽ ഒഴിച്ച് ഇങ്ങനെ ആക്കും, ഇല്ലെങ്കിൽ സോപ്പാണെങ്കിൽ ഞെക്കിയിട്ടാക്കും. അപ്പോൾ രണ്ടും കൂടി ഒരുമിച്ചുള്ള സംഭവം. നമ്മളെ ഹാൻഡ് വാഷിൻ്റെ ബോട്ടിൽ വെച്ചിട്ട് ഹാൻഡ് ഫ്രീ ഹാൻഡ് സാനിറ്റൈസർ ഉണ്ടാക്കണം എങ്ങനെയാണെന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. വളരെ ഈസി ആയിട്ട്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇപ്പോൾ കുറേ പേര് യൂട്യൂബിൽ ഇട്ടു ഹാൻഡ് ഫ്രീ ഹാൻഡ് സാനിറ്റൈസർ ചവിട്ടുമ്പോൾ വരുന്നത്. അതിൻ്റെ എന്ന് വെച്ചാൽ അത് ഫുൾ പൈപ്പ് കൊണ്ടായിരിക്കും. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നൂലും പഴയ LED ബൾബിൻ്റെ അടപ്പും ഉപയോഗിച്ചിട്ടാണ്. പിന്നെ ഒരു കുഞ്ഞു കഷ്ണം നമ്മുടെ പൈപ്പ് വെച്ചിട്ടുണ്ട്. കാരണം ചവിട്ടുമ്പോൾ കാലുവേദന എടുക്കാണ്ടിരിക്കാൻ ഒരു കഷ്ണം പൈപ്പ് ബാക്കി പിന്നെ നൂലും പഴയ ബൾബിൻ്റെ അടപ്പുമാണ്. അപ്പോൾ നൂലൊക്കെ വെച്ചുള്ള ഒരു സാനിറ്റൈസറാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അതൊക്കെ ഞാൻ യൂട്യൂബിൽ നോക്കിയപ്പോൾ കണ്ടില്ല. അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ചിലപ്പോൾ യൂട്യൂബിൽ തന്നെ ആദ്യമായിരിക്കും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ അതാണ് ഹാൻഡ് ഫ്രീ സാനിറ്റൈസർ. അപ്പോൾ എല്ലാവരും മാക്സിമം ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ വീഡിയോ ഫുൾ വാച്ച് ചെയ്യുക. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കണമെന്ന് അറിയണ്ടേ ഹാൻഡ് ഫ്രീ ഹാൻഡ് സാനിറ്റൈസർ ചവിട്ടുമ്പോൾ വരുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളൊരു നൂലെടുത്തിട്ടുണ്ട്. നമ്മൾ ഈ കടയിലൊക്കെ ചെല്ലുമ്പോൾ ഒരു കെട്ടിത്തര എടുക്കുന്ന നൂലാണ്. നമ്മൾ 2-3 പ്രാവശ്യം ഇങ്ങനെ ചുറ്റിയെടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ വേറെ നല്ല നൂലുണ്ടെങ്കിൽ എടുത്താൽ മതി. ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്തെടുക്കണമെന്നുള്ളൂ. നമ്മൾ സാധാരണ LED ബൾബ് ഇങ്ങനെ ഒന്ന് താഴത്ത് അടിച്ചു കൊടുക്കാം. ഇങ്ങനെ തുറന്ന് വരും. ഇങ്ങനെ സാധാരണ പോലെ തുറക്കാൻ പറ്റാത്തതാണെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി. പിന്നെ പഴയൊരു ഹാൻഡ് വാഷിൻ്റെ കുപ്പി എടുത്തിട്ടുണ്ട്. അതാണ് ഈ ഞെങ്ങുമ്പോൾ നല്ല ഇതുണ്ടാവും. അതിൻ്റെ ഉള്ളിൽ സ്പ്രിങ് ഉണ്ട്. നമ്മൾ അടിയിലേക്ക് ഞെക്കിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് മുകളിലേക്ക് വന്നോളും. നമ്മൾ ആ ബൾബിൻ്റെ ക്യാപ്പ് അതുമ്മേന്ന് വച്ച് നോക്കുക എവിടെയാണ് അതിൻ്റെ ആ വായയുടെ ഒരു ഷെയ്ഡ് പോലെ വരണേന്നാണ്. നമ്മളൊന്ന് ഓട്ടോ ഒളിച്ചെടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ അവിടെ ഒന്ന് ഓട്ടോ ഒളിച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ 2 സൈഡിലും എടുത്തിട്ടുണ്ടല്ലോ. അതെന്തിനാന്ന് വെച്ചാൽ അതായത് നമ്മൾ ചെയ്ത നൂല് അതിൻ്റെ ഉള്ളിൽ കൂടി ഇടാനാണ്. അപ്പോൾ നമ്മൾ ഏത് ഇടുമ്പോൾ അതിൻ്റെ പുറത്തേക്ക് മിരിയേക്ക് വന്നിട്ടുണ്ട്, കണ്ടല്ലോ. നമ്മൾ ആ നൂല് 2-3 പ്രാവശ്യം ഇങ്ങനെ എടുത്തിട്ടുണ്ട്. നല്ല കട്ടി വരാൻ വേണ്ടിയാണ്. നിങ്ങളുടെ കയ്യിൽ വേറെ പ്ലാസ്റ്റിക് നൂലുണ്ടെങ്കിൽ അത് മതി. നമ്മളതൊന്ന് നനച്ചെടുക്കുക. എന്താണെന്ന് വെച്ചാൽ കുറേ ഇങ്ങനെ വെച്ചുകൊണ്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാണ്ടിരിക്കാൻ ഈസിയായിട്ട് ഓട്ടയിൽ കൂടെ കയറ്റാനാണ്. നമ്മൾ അതിൻ്റെ അടിയിൽ കൂടെ വേണം ഓട്ടോയിലേക്ക് കയറ്റാൻ. വേറെ രീതിയിലാണ് ചെയ്യുന്നത്. അടിയിൽ കൂടെ ഇതുപോലെ കയറ്റിയതിന് ശേഷം മുകളിൽ കൂടെ നമ്മൾ അതിൻ്റെ ഉള്ളിൽ കൂടെ അടിയിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെ അടിയിൽ നിന്ന് മുകളിലേക്ക് എടുത്തിട്ട് അതിൻ്റെ അപ്പുറത്തേക്ക് കൂടെ സൈഡിൽ കൂടെ ഇങ്ങനെ കൊണ്ടുവരണം. അപ്പം നമ്മൾ അടിയിൽ പ്രഷർ കൊടുക്കുമ്പോൾ അതിൻ്റെ മുകളിൽ ഫുള്ളായിട്ടൊരു പ്രഷർ വരും. നമ്മളെപ്പോഴും ഈ നൂല് സെൻറ്ററിലേക്ക് ഇടണം. നമ്മൾ ഇതുപോലെ സെൻറ്ററിലേക്ക് ഈ നൂല് ഇടണം കേട്ടോ. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്കിത് ഉണ്ടാക്കാൻ സാധിക്കും. ഇതുപോലെ നമ്മൾ ഈ നൂല് സെൻറ്ററിലേക്ക് ഇട്ടതിന് ശേഷം കണ്ടോ ഇതുപോലെ ഇരിക്കും. നമ്മളൊരു പൈപ്പ് എടുത്തിട്ടുണ്ടായെന്ന് വെച്ചാൽ ചവിട്ടാൻ വേണ്ടിയിട്ടാണ്. പൈപ്പ് എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ പൈപ്പിൻ്റെ ഉള്ളിൽ കൂടെ ഞാനൊരു ഈ നൂലൊന്ന് അതിൻ്റെ ഉള്ളിൽ കൂടെ കോർത്ത് കെട്ടുകയാണ്. അതായത് ഒരു മാല പോലെ പൈപ്പ് നടുക്കാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു സൈഡിൽ ഈ ബൾബിൻ്റെ ഗ്യാപ്പ്, മറ്റേ സൈഡിൽ പൈപ്പ് ഇതുപോലെ ആക്കണം. ഇന്ന് നമ്മൾ ആ 2 നൂലും കൂടി കൂട്ടി കെട്ടിയപ്പോൾ ഒരു നൂലിൽ പൈപ്പും നമ്മുടെ LED ബൾബിൻ്റെ ക്യാപ്പും വന്നു. ഉണ്ടോ? ഇതുപോലെ നമ്മൾ കൂട്ടിക്കെട്ടി എടുത്തിട്ടുണ്ട്. നമ്മൾ ആ കെട്ടിയിട്ട് എക്സ്റ്റെൻഡ് ചെയ്യണം. ആ ഭാഗം നമുക്ക് ആവശ്യമില്ല, കട്ട് ചെയ്ത് കളഞ്ഞു. ഉണ്ടോ? ഇതുപോലെ നമ്മൾ എടുത്തിട്ടുണ്ട്. ഒരേറ്റ് നമ്മൾ പൈപ്പൊക്കെ മര്യാദയ്ക്ക് വയ്ക്കുകയാണ്. അപ്പോൾ ഒരേറ്റിട്ട് പൈപ്പ് അതിൻ്റെ മറ്റേ അറ്റത്ത് ഇതുപോലെ ക്യാപ്പ്. ഇത്രയാണ് നമ്മൾ ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ പകുതി പണി കഴിഞ്ഞു. നമ്മൾ അതുമ്മേ കറക്റ്റായിട്ട് ഫിക്സ് ചെയ്ത് നോക്കാം. ഉണ്ടോ? ഇരിക്കണൊക്കെ ഉണ്ട്. നമ്മൾ അടിയിലേക്ക് ഞെക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് മുകളിലേക്ക് പോകുന്നുണ്ട്. കാരണം അതിൻ്റെ ഉള്ളൊരു സ്പ്രിങ് ഉണ്ട്. ഇനി നമ്മളൊരു ചുമരുമ്പോൾ ഇതുപോലെ കയറേറ്റി വെച്ചിട്ടുണ്ട്. നിങ്ങൾ കുപ്പി വെക്കാനുള്ള സാധനം ഉണ്ടെങ്കിൽ ഏതായാലും മതി. കയറേറ്റി വെച്ചിട്ടുണ്ട്. നമ്മൾ ആ ഹാൻഡ് വാഷിൻ്റെ കുപ്പി അവിടെ വെച്ചതിന് ശേഷം നമ്മൾ ലൂസ് ഉള്ളതുകൊണ്ട് ഒരു പേപ്പർ കഷ്ണം അതിൻ്റെ ബാക്കിൽ വെക്കുകയാണ്. ഒട്ടിച്ച് വെക്കണേക്കാൾ നല്ല ഇതാണ്. നമുക്ക് എപ്പോഴാണ് എടുക്കാമല്ലോ. ഇതുപോലെ വയ്ക്കുക. ഉണ്ടോ? അതിനുശേഷം നമ്മൾ ഉണ്ടാക്കിയ ആ സംഭവമില്ല, നമ്മൾ അടപ്പിൻ്റെ അത് ആ മുകളിലേക്കൊന്ന് ഇതുപോലെ വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഞെക്കുമ്പോൾ നമ്മളതിൻ്റെ മോൾ ഭാഗം ഇങ്ങനെ വളയണുണ്ട്. അപ്പോൾ അത് മാറാനായിട്ട് കണ്ടോ ഞെക്കുമ്പോൾ മര്യാദയ്ക്ക് ആവുന്നില്ല. ഇതുപോലെ പൈപ്പൊക്കെ ചിലപ്പോൾ ഇങ്ങനെ വളഞ്ഞു പോവാം. അപ്പോൾ അതിന് വേണ്ടി കേട്ടോ മുകളിലൊക്കെ ഇങ്ങനെ വളഞ്ഞു പോവാം. നമ്മൾ ആ പൈപ്പിൻ്റെ ഉള്ളിൽ കൂടെ വെറുതെ അല്ലേ നൂലെടുത്തിട്ട്, അപ്പോൾ ആ പൈപ്പിൻ്റെ ഉള്ളിൽ പേപ്പറും കൂടി വെക്കുക. അതായത് നിങ്ങൾക്കിപ്പോൾ കാണാൻ സാധിക്കും സൈഡിൽ ഇങ്ങനെ പേപ്പർ വെക്കണത്. പൈപ്പിൻ്റെ ഉള്ളിൽ ഫുൾ പേപ്പറും കൂടി ഒന്ന് ഫില്ല് ചെയ്യുക.
അപ്പോൾ ആ പൈപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും പോവില്ല, നന്നായിട്ട് ഇരിക്കുക. ഇപ്പോൾ നമ്മൾ സാനിറ്റൈസർ എടുത്തിട്ടുണ്ട്. സാനിറ്റൈസറിൻ്റെ വില കണ്ടാൽ നിങ്ങൾ ഞെട്ടും. 500 ml സാനിറ്റൈസറിന് 250 രൂപയാണ്. ജെല്ലിൻ്റെ ഉണ്ട്, ജെല്ലിൻ്റെ വില കുറവാണ്. അപ്പോൾ വെള്ളത്തിൻ്റെ ഇത് വാങ്ങിച്ചതാണ്. നമ്മൾ എങ്ങനെ നിറയ്ക്കും നോക്കാം. മുകളിലത്തെ ഭാഗം ഊരിയതിന് ശേഷം ക്യാപ്പ് ഊരി നിറയ്ക്കാം. സാനിറ്റൈസർ കഴിയുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാം. സോപ്പ് വെള്ളമായാലും മതി, കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഇതുപോലെ നിറച്ചതിന് ശേഷം സാധാരണ പോലെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഇതുപോലെ ഒന്ന് അടച്ചു വയ്ക്കുക. ഉണ്ടാവും. ഇപ്പം ഒന്ന് ടെസ്റ്റ് അടിച്ച് നോക്കാം. ഓക്കെ, ഞാൻ വന്നു. അടിപൊളി. ചവിട്ടുമ്പോൾ കയ്യിലേക്കൊക്കെ വന്നിട്ടുണ്ട്. ഒരു കുഴപ്പമില്ല. ഒരു വീട്ടിലേക്ക് ആരെങ്കിലുമൊക്കെ കയറി വരികയാണെങ്കിൽ അവരുടെ അടുത്ത് ആദ്യം സാനിറ്റൈസ് ചെയ്ത് കയറാൻ പറയുക. ഉണ്ടോ, നല്ല ഫോഴ്സിൽ തന്നെ പോകുന്നുണ്ട്. അത്യാവശ്യം നമ്മൾ ഞെക്കുമ്പോൾ കയ്യിലേക്കൊക്കെ വരുന്നുണ്ട്. ഉണ്ടോ, നന്നായിട്ട് തന്നെ വരുന്നുണ്ട്. ഞെക്കുമ്പോൾ റിട്ടേൺ പോകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഉണ്ടാക്കൽ കഴിഞ്ഞു. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് നേരെ വർക്കിങ്ങിലേക്ക് വിട്ടാലോ. എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ വീട്ടിലെ പഴയ LED ബൾബിൻ്റെ അടപ്പില്ലെങ്കിൽ നിങ്ങൾക്ക് സാധാരണ കുപ്പിയുടെ അടപ്പോ നിങ്ങളുടെ ഐഡിയക്കുള്ളത് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. നമ്മുടെ ഇന്നത്തെ വീഡിയോ വളരെ സിമ്പിളായിരുന്നു. ഇത്ര സിമ്പിളായിട്ട് ഹാൻഡ് സാനിറ്റൈസർ വേറെ ഉണ്ടാക്കാൻ പറ്റില്ല. പൈപ്പ് കൊണ്ടൊക്കെ ഉണ്ടാകുമ്പോൾ ഭയങ്കര പാട്. ഇത് ഭയങ്കര സിമ്പിളായിട്ട് തന്നെ ഉണ്ടാക്കാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഇഷ്ടപ്പെട്ട ഡിസ്ലൈക്ക് ചെയ്യൂ. പിന്നെ ഇതുപോലെയുള്ള പുതിയ പുതിയ വീഡിയോകൾ വരാൻ ഡീഫായിട്ട് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെല്ലേക്ക് ക്ലിക്ക് ചെയ്തോളം കൊടുക്കുക. പിന്നെ എല്ലാ വീഡിയോയും ചട്ടുപടിയെന്ന് പറഞ്ഞു തരും. അപ്പോൾ നിങ്ങൾ കാണുകയും വേണം. അപ്പോൾ മറക്കാണ്ട് സബ്സ്ക്രൈബും ചെയ്തേക്കണേ. പിന്നെ ഈ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്യാന്ന് വെച്ചാൽ കൊറോണ കാലമൊക്കെയാണ്. അപ്പോൾ സാനിറ്റൈസറൊക്കെ ആവശ്യമൊക്കെ വരും. അപ്പോൾ എൻ്റെ വീട്ടിലാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ വീട്ടിലിങ്ങനെ ഉണ്ടാക്കി വെച്ചേക്കുകയാണെങ്കിൽ ആരെങ്കിലും നിന്ന് പുറത്തുനിന്നൊക്കെ വരികയാണെങ്കിൽ ചവിട്ടി അവരെ കൈയൊക്കെ ക്ലീൻ ചെയ്തിട്ട് ഉള്ളിലേക്ക് കയറാം. അപ്പോൾ അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ വരുന്നത്. അപ്പോൾ ഇതിൽ നല്ല എവിടെയും കാണാമെന്ന പ്രതീക്ഷയിൽ ദേവനാരായണൻ സൈനിങ് ഔട്ട്.